980 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. 10 അടി വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇത് വരുന്നത്. 1.85 സെൻറ്റിമീറ്റർ വീതിയും അതായത് ഒരു 6 അടി വീതിയും വരുന്ന ഒരു സിറ്റ് ഔട്ടാണിത്. ഇത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ലിവിങ് റൂം. ഇത് 2 മീറ്റർ 90 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലിവിങ് റൂമാണ്. 2.90 അതുപോലെ തന്നെ 2.50 വീതിയും ആണ് ഈ ഒരു ലിവിങ് റൂമിൽ വരുന്നത്. അപ്പോൾ ഒരു 980 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അതിൽ ഒതുക്കാവുന്ന രീതിയിലുള്ള ഒരു ലിവിങ് റൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് 4 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ആ ലിവിങ്ങിൻ്റെ ചുമര് മുതൽ ഈ ഒരു ഭാഗം വരെ 4 മീറ്റർ ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ 2.90 ആണ് ഈ ഒരു ഡൈനിങ്ങിന് വീതി കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ സെൻട്രലായിട്ടൊരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ മാക്സിമം സ്പേസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു കിച്ചൺ, അതായത് ഓപ്പൺ കിച്ചണായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ കിച്ചണായിട്ട് കൊടുത്തിട്ടുള്ളത്. 11 അടി നീളവും അപ്രോക്സിമേറ്റ്ലി ഒരു 10 അടി വീതിയുമുള്ള ഒരു കിച്ചൺ മാത്രമാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ആക്കി കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സൗകര്യത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്പേസ് നമുക്കൊരു 10-11 റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു 10 അടി വീതി, അതായത് ഒരു 3 മീറ്റർ വീതിയാണ് ഈ റൂമിനുള്ളത്. അതുപോലെ തന്നെ ഒരു 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു റൂമാണ്. 11 അടി നീളവും 10 അടി വീതി. ഇതിൽ നമുക്കൊരു 5-6ൻ്റെ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 അടിയുടെ വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും ഇവിടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു സീലിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. ഇതാണ് ബാത്റൂം. ഇതിലിപ്പം ബാത്റൂം സൈസ് വരുന്നത് 1 മീറ്റർ 70 സെൻറ്റിമീറ്റർ വീതി നീളവും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്കൊരു നെക്സ്റ്റ് ഒരു ബെഡ്റൂം കൂടെ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതും സെയിം സൈസാണ്. അതായത് 11 അടി നീളവും 10 അടി വീതിയുമുള്ള സെയിം ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു കട്ടിലും അത്യാവശ്യം അലമാരിയും വാർഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ റൂമുകൾ തന്നെയാണ്. ഇപ്പോൾ 10-10ൻ്റെ റൂമാണെങ്കിലും 10-11ൻ്റെ റൂമൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതിപ്പോൾ പലപ്പോഴും ക്ലയൻസിന് ഉള്ളൊരാവശ്യം ഈ റൂമിൽ എന്തൊക്കെ കൊള്ളും, അതായത് ഈ ഒരു 10-11ൻ്റെ റൂം നമ്മൾ പ്ലാൻ മാത്രം ചെയ്ത് കൊടുക്കുമ്പോൾ പലർക്കും വരുന്നൊരു ഡൗട്ടാണ് എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റുന്നത്. പിന്നെ സെയിം തന്നെ നമുക്ക് അപ്പുറത്തെ ബാത്റൂമിൻ്റെ സെയിം ഒരു കോപ്പി ആയിട്ട് തന്നെ നേരെ മിറർ ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹൗസ് ഓണർ സാഹിദ് ആൻഡ് ജസീല. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീടിൻ്റെ പ്ലാനുമായിട്ട് എങ്ങനെ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ, എന്തൊക്കെയാണ് അവരുടെ ഒരു സജഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ സാഹിദ്, എന്തൊക്കെയാണ് നിങ്ങൾ പറയാനുള്ളത് ഈ നമ്മുടെ ഒരു? ആദ്യമായി പറയട്ടെ, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തുന്ന സമയത്ത്. ആദ്യം ഒരു 1000 സ്ക്വയർ ഫീറ്റിലൊരു വീട് വേണമെന്ന് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളൊന്നും ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം നല്ല സ്പേസി ആയിട്ടാണ് റൂമും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ്. ഓപ്പൺ കിച്ചൺ വന്നതോട് കൂടി കിച്ചൺ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ പ്രത്യേകം സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. പ്രത്യേകിച്ച് അങ്ങനെ വന്നതോട് കൂടി തന്നെ
ഇപ്പോൾ പിന്നെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് വന്ന ആൾക്കാരൊക്കെ ഇത് 1000 സ്ക്വയർ ഫീറ്റിന്റെ അകത്താണെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കാത്ത രീതിയിലാണ് എല്ലാം നല്ല സ്പേസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ അധികം ഞങ്ങൾ സന്തോഷത്തിലാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. നമ്മൾ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്താൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് പറയാനുള്ളത്. അപ്പോൾ ജസീല മാഡത്തിന് എന്താ പറയാനുള്ളത് നോക്കാം. സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ കിച്ചണിൻ്റെ കാര്യമാണെങ്കിലും ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് വന്നത്. പിന്നെ നമ്മളെപ്പോലെ ഒരു ചെറിയ ഫാമിലിക്ക് ഇതന്നെ കൂടുതലാണ്. ഒരു പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വീട് കിട്ടാന്ന് പറയുന്നതും ഇതിപ്പോൾ നമ്മൾ കണ്ടെടുത്ത് വെച്ചിട്ട് നന്ന ചെറുതുമല്ല നന്ന വലുതുമല്ല, നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വീടാണ്. സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണ്? വിചാരിച്ചതിലും സൗകര്യം കൂടുതലാണ്. വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഇതിന് കിട്ടുന്നുള്ളത്. ഇനി എന്താണ് നിങ്ങളൊരു നെക്സ്റ്റ് ഒരു സജഷൻ പറയാനുള്ളത്? നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനോ കാര്യങ്ങളോ എന്തെങ്കിലും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾ കൂടി സജസ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്, ഇതിലൊരു പാർട്ടിഷൻ വേണമെന്നുള്ളത്. അതും കൂടി വന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. നമുക്ക് കുറച്ചൊരു പ്രൈവസി കിട്ടും. നമ്മൾ പുറത്തുനിന്ന് ഒരു ലിവിങ് ഏരിയയിലേക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു പ്രൈവസി ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ചുമരിലാണ് ഇപ്പോൾ നമ്മൾ TV വെച്ചിട്ടുള്ളത്. അതൊരു TV യൂണിറ്റും ഇവിടെ കൂടി വന്നാൽ കുറച്ചും കൂടി നന്നാവും. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞ് വെച്ചതാണ്. അതേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു.